ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേയും ഒപ്പം തന്നെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മുടെ കുട്ടികളുടെ തലയിലുള്ള പെയിൻ്റെയും ഈരിൻ്റെയൊക്കെ ശല്യം മാറാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹെയർ ഓയിലും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ ഓയിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം കുട്ടികളുടെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെയിനിൻ്റെയും ഈരിൻ്റെയൊക്കെ ശല്യം നിശേഷം മാറിക്കിട്ടും. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഡൈ ഉണ്ടല്ലോ, ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പെയിൻ ശല്യം ഒഴിവാക്കാനുള്ള ഹെയർ ഓയിൽ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൊടികളൊന്നുമില്ലെന്ന് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 4-5 വെളുത്തുള്ളി തോലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. ഇങ്ങനൊരു ഇടികളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കുത്തി ചതച്ചെടുത്താൽ മതി. കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആര്യവേപ്പിൻ്റെ ഇല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആര്യവേപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മുടെ തലയിലുള്ള പേനിൻ്റെ ശല്യം ഒഴിവാക്കാനും താരൻ്റെ ശല്യം ഒഴിവാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഒരുപാട് താരൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ ആര്യവേപ്പിൻ്റെ ഇല തൈര് ചേർത്ത് അരച്ചിട്ട് നമ്മുടെ മുടിയിലൊക്കെ തേച്ച് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ചെയ്താൽ മതി. ഇപ്പം നമ്മൾ എണ്ണ തയ്യാറാക്കാനുള്ള ആര്യവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ ആര്യവേപ്പിൻ്റെയും വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ആ ഒരു വെളുത്തുള്ളിയും ആര്യവേപ്പും ഒക്കെ ഒന്ന് നിറം മങ്ങി ഒരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ എണ്ണയ്ക്ക് നല്ല വെളുത്തുള്ളിയുടെ ഒരു മണമായിരിക്കും. ഈ ഒരു എണ്ണ ഞാൻ ഒരുപാട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കേട്ടോ. ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുത്ത് ചെറിയൊരു ചൂടുണ്ടല്ലോ, ആ ഒരു പരുവാകുമ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മോളുടെ മുടിയിലാണ് കേട്ടോ ഈ ഒരു എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു കോട്ടണിലേക്ക് എണ്ണ മുക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ ഇതുപോലെ വവരെടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് കൊടുക്കും കേട്ടോ. ചെറിയ ചൂടോട് കൂടിയാണ് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മൾ മുടി ഒന്ന് കെട്ടിവെക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പെയിൻ ചീപ്പോ ഈരോലിയോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള എല്ലാ പെയിനും ഈരും ഒക്കെ പോയി കിട്ടും. ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഗ്യാരണ്ടി എല്ലാ പെയിനും ഈരും ഒക്കെ മാറിക്കിട്ടും. ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ തലയിലുള്ള പേനും ഈരും ഒക്കെ നല്ലപോലെ മാറി മുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എണ്ണ കൊണ്ട് പേൻ്റെ ശല്യം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താരൻ്റെ ശല്യം ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാവുന്ന ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചിരട്ടയാണ് കേട്ടോ. ഞാൻ നല്ലപോലെ ഉണങ്ങിയ 2 ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ചിരട്ടയ്ക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ചിരട്ടകൾ കളയേണ്ട, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ചിരട്ടയൊന്ന് കത്തിച്ച് ഇതിൻ്റെ കനലെടുക്കണം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ അയൺ ചെയ്യാനായിട്ട് അയൺ ബോക്സിലേക്ക് ചിരട്ട കത്തിച്ചിടുമല്ലോ, അതുപോലെ ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ കനലാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് കത്തിച്ച് ചാരമാക്കേണ്ട. ഒന്ന് കത്തി വരുന്ന സമയത്ത് തീ അണച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. 2 ചിരട്ട കത്തിച്ചപ്പം കിട്ടിയ കരിയാണിത്. ഈ കരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. പണ്ടെൻ്റെ അമ്മൂമ്മയൊക്കെ ഇതുപോലെ കരി എടുത്തിട്ടായിരുന്നു കേട്ടോ മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴൊക്കെയാണല്ലോ ഹെയർ ഡൈ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല തരികളില്ലാത്ത പൗഡറായിട്ട് വേണം കേട്ടോ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഈ പൊടി നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടാകാതെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാൻ തരികളില്ലാത്ത രീതിയിലൊന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചിരട്ട കത്തിച്ചത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ. ഇതൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ഒരു പൊടി ഒന്നുകൂടി അരിച്ച് നല്ല പൗഡറായിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് മുടി വെളുത്തതില്ല, നെറ്റിയുടെ ഭാഗത്ത് 1-2 മുടിയൊക്കെ വെളുത്തതുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി കുറച്ചെടുത്ത് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് തിരുവിയതിന് ശേഷം നരച്ച മുടിയുള്ള ഭാഗത്തേക്ക് ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും. നമുക്കിപ്പം ഡൈ ഒക്കെ ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്തിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാവുന്നതാണ്. ഇത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലല്ലാണ്ട് ഈ ഒരു കറുപ്പ് മാറത്തില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഇതേ കളർ തന്നെ നമ്മുടെ മുടിക്കും കിട്ടും. ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാക്കി ഞാൻ ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴാണോ ഹെയർ ഡൈ തയ്യാറാക്കേണ്ടത് ആ സമയത്ത് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ബാക്കി പൊടി ഉണ്ടല്ലോ, കുറച്ച് തരികളുള്ളൊരു പൊടി, അത് നമുക്ക് പല്ല് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഉമിക്കരിക്ക് പകരമായിട്ട് ഇത് അടിപൊളിയാണ്. ഈ ഒരു പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പൽപ്പൊടിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. രാവിലെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത്
നമ്മൾ പല്ല് വൃത്തിയാക്കുകയാണെങ്കിൽ മഞ്ഞ കറ പിടിച്ചിട്ടുള്ള പല്ലുകളൊക്കെ ഒരാഴ്ച കൊണ്ട് നല്ല പാല് പോലെ വെളുത്ത് കിട്ടും. കെമിക്കലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പൽപ്പൊടിയാണ് കേട്ടോ. ഇതും കൂടെ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഉപയോഗിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള പൊടി കുറച്ച് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ ഓയിലാണ് കേട്ടോ. ഇതൊരു നോൺ സ്റ്റിക്കി ഓയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്താലും ഒലിച്ചിറങ്ങിയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലവര ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ്റെ ഈ ഒരു ഓയിലാണ്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ മുടി എവിടെയെല്ലാമാണോ വെളുത്തിരിക്കുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സാധാരണ പോലെ തന്നെ നമുക്ക് മുടി ചീകി കെട്ടിയിട്ട് ഫംഗ്ഷനൊക്കെ പോകാവുന്നതാണ്. എങ്ങും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. തിരിച്ചു വന്ന് നമ്മൾ ഷാമ്പു വാഷ് ചെയ്താൽ മാത്രമേ ഈ ഒരു കളർ മുടിയിൽ നിന്ന് പോവുകയുള്ളൂ. മാത്രമല്ല ഒരു പ്രാവശ്യമൊന്നും കഴുകിയത് കൊണ്ട് ആ ഒരു കളർ പോകില്ല. 2-3 പ്രാവശ്യം നമ്മൾ മുടി വാഷ് ചെയ്താൽ മാത്രമേ ആ ഒരു കളർ പോകത്തുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. നമ്മളിതിലേക്ക് നീലാമരിയോ ഹെന്ന പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ മുടി കറുപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള കരി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഈ ഒരു കളർ തന്നെ നമ്മുടെ മുടിക്കും കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഒരുപാട് കെമിക്കലുകളോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കണ്ടത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.